നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് സൂപ്പർ താരം റാസ്മസ് ഹോയ്ലുണ്ടിനെ സ്വന്തമാക്കിയത്. 72 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചത്. പക്ഷേ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇതുവരെ ഗോൾ നേടാൻ ഹോയ്ലുണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രീമിയർ ലീഗിൽ ആകെ 12 മത്സരങ്ങളാണ് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ളത്. പക്ഷെ ഗോളുകൾ പിറക്കാത്തതിൽ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഹോയ്ലുണ്ടിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മറിച്ച് അദ്ദേഹത്തിന്റെ സഹതാരങ്ങളെ കുറ്റപ്പെടുത്തേണ്ടി വരും. എന്തെന്നാൽ ടീമിന്റെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ ആയിട്ട് പോലും സഹതാരങ്ങളിൽ നിന്ന് ഈ ഒരു സൂപ്പർ താരത്തിന് പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന താരങ്ങളിൽ ഏറ്റവും കുറവ് പാസുകൾ സഹതാരങ്ങളിൽ നിന്നും ലഭിച്ച താരം അത് റാസ്മസ് ഹോയ്ലുണ്ടാണ്. 150 പാസുകൾ പോലും ഈ സീസണിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന താരവും മറ്റൊരു യുണൈറ്റഡ് താരം തന്നെയാണ്. ആന്റണി മാർഷലിനും സഹതാരങ്ങളിൽ നിന്ന് 150 പാസുകൾ പോലും ഈ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ ലഭിച്ചിട്ടില്ല. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നമ്പർ 9 സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന താരങ്ങൾക്ക് പാസ് നൽകാൻ സഹതാരങ്ങൾ മടിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത്. ഏറ്റവും കൂടുതൽ പാസുകൾ ലഭിച്ച സ്ട്രൈക്കർ അത് ടോട്ടൻഹാമിന്റെ ഏഷ്യൻ സൂപ്പർ താരമായ സണ്ണാണ്. രണ്ടാം സ്ഥാനത്ത് വോൾവസിന്റെ ബ്രസീലിയൻ താരമായ മാത്യൂസ് കുഞ്ഞയും വരുന്നു. രണ്ട് താരങ്ങൾക്കും 350 പരം പാസുകൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും യുണൈറ്റഡ് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് അവരുടെ ഗോൾ ക്ഷാമത്തിന് വിരാമമാവുകയുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ ലിവർപൂൾ ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.